ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, ജിമ്മിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണു, അല്ലെങ്കിൽ എക്സസൈസിനിടയ്ക്ക് കുഴഞ്ഞു വീണെന്ന് പറഞ്ഞു. അത് പലപ്പോഴും ഇറ്റ് ഈസ് അഫക്റ്റിങ് യങ്ങർ പീപ്പിൾ ഓൾസോ, ആൻഡ് മേ ബി യങ്ങർ പീപ്പിൾ മോർ ദാൻ ദ എൽഡർലി പീപ്പിൾ. ഇവരാണല്ലോ ജിമ്മിൽ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പെട്ടെന്നൊരു സഡൻ ഡെത്ത് ഉണ്ടാകാനുള്ള പല കാരണങ്ങൾ നമ്മൾ തന്നെ അറിയാതെ പോവുകയാണ്. ഇതിപ്പോൾ ഈ ഒത്തിരി യങ് ഏജിൽ ഒത്തിരി ഓവർ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ ഹാർട്ട് മസിൽസ് ബിക്കം ഹാർഡർ. ഹൈപ്പർട്രോഫി എന്ന് പറയും. ഹൈപ്പർട്രോഫി വന്നു കഴിയുമ്പോഴത്തേക്ക് ഹാർട്ട് മസിൽ ഇത്രയും ഉണ്ടാകുന്ന മസിൽ ഇത്രയാവും. അപ്പം അത്രയും മസിൽസിന് ബ്ലഡ് കിട്ടണം. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം നോർമലി നമ്മുടെ ഹാർട്ട് മസിൽസിന് 1 മിനിറ്റിൽ കിട്ടുന്ന 500 ml ബ്ലഡാണ്. 1 മിനിറ്റിൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ മാംസപേശികൾക്ക് കിട്ടുന്ന ബ്ലഡ് എന്ന് പറയുന്നത് 500 ml. ടോട്ടൽ നമ്മുടെ ശരീരത്തിലുള്ളത് 5 ലിറ്റേഴ്സാണ്. അപ്പോൾ അതിൻ്റെ 10% ബ്ലഡ് ഈസ് ഗോയിങ് ടു ദ ഹാർട്ട് നോർമലി വെൻ വി ആർ ടോക്കിംഗ് ലൈക്ക് ദിസ്, സിറ്റിംഗ് ഡൗൺ ലൈക്ക് ദിസ്. ബട്ട് വെൻ യു എക്സസൈസ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിവിയറിറ്റി ഓഫ് ദ എക്സസൈസ്, ദാറ്റ് ക്യാൻ ഗോ അപ് ടു 2 ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ്. അതായത് 5000 ml നിന്ന് 2000 ml ഹൃദയത്തിലെ മാംസപേശികളിലേക്ക് നമുക്ക് മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത്, അപ്പോൾ നമ്മൾ ഓരോ ഓർഗൻസും വർക്ക് ചെയ്യുന്നതനുസരിച്ച് മറ്റേ ഓർഗൻസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറച്ചിട്ടാണ്, പൂൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓർഗന് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മോർ ബ്ലഡ് ഗോ ടു ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ മോർ ബ്ലഡ് ഗോസ് ടു ദ ഹാർട്ട്. അപ്പോൾ ഈ ഹാർട്ടിന് ഭയങ്കര തിക്നെസ് ഉള്ള അല്ലെ ഹൈപ്പർട്രോഫി ഉള്ള ഒരാൾ എക്സസൈസ് ചെയ്യുമ്പം ഈ 2 ലിറ്റേഴ്സ് പോലും പോരാ. അതിൽ കൂടുതൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ ഹാർട്ട് വിൽ സഫർ ഫ്രം ലാക്ക് ഓഫ് ബ്ലഡ് and suddenly they will develop some issues. They may collapse and could not be revived. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യണം. സ്ട്രക്ചറൽ ഹാർട്ട് അബ്നോർമാലിറ്റി എന്ന് പറയും. വാൽവിൻ്റെ പ്രോബ്ലം ഉള്ളവർ, അത് ബ്ലോക്ക് ഉള്ളവരായിരിക്കണം എന്നില്ല, ഹൃദ്രോഗം ഉള്ളവരായിരിക്കണം എന്നില്ല, അവരുടെ ഹാർട്ടിൻ്റെ സ്ട്രക്ചറൽ ചേഞ്ചസ് ഉള്ള ആൾക്കാർ. ഇപ്പം നമ്മൾ പലപ്പോഴും ഈ സഡൻ ഡെത്ത് ആകുന്ന ആൾക്കാരുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ they would have had a strong family history. അപ്പോൾ ഈ ഫാമിലി ഹിസ്റ്ററി നമ്മൾ ഒരിക്കലും അണ്ടർമൈൻ ചെയ്യരുത്. സപ്പോസ് ഇഫ് സംബഡി ഈസ് ഗോയിങ് ടു ഗോ ടു ദ ജിം ഫോർ ദ ഫസ്റ്റ് ടൈം, ദേ ഷുഡ് ചെക്ക് ഇറ്റ് ഔട്ട് വിത്ത് എ ഡോക്ടർ ദാറ്റ് ദേ ഹാവ് നോ റിസ്ക് ഫാക്ടേഴ്സ് ടു ഡെവലപ്പ് ഹാർട്ട് ഡിസീസ്. ഫാമിലി ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഫുൾ ചെക്കപ്പ് നടത്തി മേക്ക് ഷുവർ ദാറ്റ് ഹാർട്ട് ഈസ് സ്ട്രോങ് ഇനഫ്. പിന്നെ ചിലരൊക്കെ നമ്മൾ ജിമ്മിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ആദ്യത്തെ ആഴ്ച തന്നെ ഒത്തിരി ചെയ്യാനുള്ള ഒരു ഭയങ്കര ഒരു അഡിക്റ്റീവായിട്ട് പോകുന്നു. അവർ ചെന്നിട്ട് ദേ ഡു ബിയോണ്ട് വാട്ട് ദേ ആർ സപ്പോസ് ടു ഡു. അപ്പോൾ ദേ ആർ സ്ട്രെയിനിങ് ദംസെൽസ്, സ്ട്രെസ്സിങ്. ഇതിൻ്റെ കൂടുതൽ ബ്ലോക്കും ഉണ്ട് കേട്ടോ. ഒരു 40 ഇയേഴ്സിന് മുകളിലേക്കുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും കൊറോണറി ആർട്ടറി ഡിസീസ് ഈസ് വൺ ഓഫ് ദ റീസൺ ഫോർ സഡൻ ഡെത്ത്. അപ്പോൾ ഇതുപോലത്തുള്ള പിന്നെ സ്പോർട്സ് പീപ്പിൾ, എന്തോരം ആൾക്കാർ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഗ്രൗണ്ടിൽ കുഴഞ്ഞു വീഴുന്നു. അപ്പോൾ ഇതെല്ലാം ഹാർട്ട് മസിൽസിലുണ്ടാകുന്ന അല്ലെങ്കിൽ രക്തധമനികളിലുണ്ടാകുന്ന സ്ട്രക്ചറൽ ചേഞ്ചസ് അൺഡിറ്റക്റ്റഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ആൻഡ് ഓൾസോ ജിം ഷുഡ് ഹാവ് ഓൾ ദ ഫെസിലിറ്റീസ് ടു ടാക്കിൾ സച്ച് പ്രോബ്ലംസ് ഓൾസോ. ഡിഫിബ്രിലേറ്റർ, ഓട്ടോമേറ്റഡ് ഡിഫിബ്രിലേറ്റർ എല്ലാ ജിമ്മിലും ഉണ്ടായിരിക്കണം. ഓർ ദ ട്രെയിനേഴ്സ് ഷുഡ് ബി ട്രെയിൻ ഫോർ ഡൂയിങ് CPR. അതുപോലത്തുള്ള കാര്യങ്ങളും നമ്മൾ ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദ പ്രീകോഷൻസ്, ഇഫ് സംതിങ് ലൈക്ക് ദാറ്റ് ഹാപ്പൻസ്, ദർ ഇസ് എ ഗുഡ് പൊട്ടൻഷ്യൽ ദാറ്റ് വി ക്യാൻ സേവ് ദിസ് യങ് പീപ്പിൾ ഇഫ് പീപ്പിൾ അറ്റൻഡിങ് ടു ദം ആർ ട്രെയിൻ ടു ഡു ദാറ്റ്. ഈ സ്പോർട്സ് പേഴ്സൺസിന് കണ്ടീഷൻ അത് ഡേഞ്ചറസ് ആണോ? എസ്പെഷ്യലി യങ് പ്ലേയേഴ്സ്, ഫുട്ബോൾ പ്ലേയേഴ്സ്. അപ്പോൾ അവരത് സ്ക്രീൻ ചെയ്തിട്ടാണോ കളിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും പ്രൊഫഷണൽ പ്ലേയേഴ്സ് ആർ എക്സ്പോസ്ഡ് ടു മെഡിക്കൽ ചെക്കപ്പ് ഓൺ എ റുട്ടീൻ ബേസിസ് ബൈ ദ പീപ്പിൾ ഹു ഹയർ ദം ഡെഫിനറ്റ്ലി. പക്ഷേ ഈ ഹാർട്ടിൻ്റെ റേറ്റ് കുറയാനുള്ള നമ്മൾ ശ്രമിക്കേണ്ട ഹാർട്ട് റേറ്റ് കുറയ്ക്കാനാണ്. കാരണം ദ ലെസ്സർ ദ ഹാർട്ട് ബീറ്റ് ദ ലോങ്ങർ വി ലീവ്. അപ്പം നമുക്ക് ഒരു എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് വൈ ഡു വി ഡു എക്സസൈസ്? ആ എക്സസൈസ് ഈസ് ടു മോഡുലേറ്റ് അവർ ബോഡി ടു കൺസ്യൂം ലെസ് എനർജി ഫോർ മോർ വർക്ക്. അതാണ് എൻ്റെ ഈ എക്സസൈസിൻ്റെ പ്രിൻസിപ്പിൾ. അതാണ് നമ്മളിപ്പം ഒരിക്കലും എക്സസൈസ് ചെയ്യാത്ത ഒരാൾ ഒരു ദിവസം ഓടാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഹാർട്ട് റേറ്റ് 200 വരെ കൂടും, വിച്ച് ഈസ് അൺഹെൽത്തി. സോ യു ആർ ടാക്സിങ് ദ ഹാർട്ട് ടു ബീറ്റ് 200 times a minute, which can produce problem with the heart. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. ടുഡേ ഐ സ്റ്റാർട്ട് വാക്കിംഗ്, ഐ വാക്ക് ഫോർ 1 year. ഈ 1 വർഷം കൊണ്ട് നമ്മുടെ ഹാർട്ടിനെ നമ്മൾ മോഡുലേറ്റ് ചെയ്യാണ് ടു ഗീവ് യു വാട്ട് യു വോണ്ട് വിത്ത് ലെസ് എഫേർട്ട്. അതാണ് ഈ സ്പോർട്സ്മാൻ വരുന്നത്. അപ്പോൾ സ്പോർട്സ്മാൻ 100 meters ഓടുന്ന ഒരു സ്പ്രിൻ്ററിന് അദ്ദേഹം വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ഹാർട്ട് ഈസ് ട്രെയിൻ ടു മേക്ക് ഹിം റൺ 100 meters with a heart rate of maybe 100-120.
While if we do that, our heart rate may go up to 200, which is extra demand on the heart. അപ്പോൾ അങ്ങനെ വർഷങ്ങളായിട്ട് അവർ സെൽഫ് ട്രെയിനിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് വിൽ ബി somewhere around 50, 55 or even 45, which is physiological. അസുഖം കൊണ്ട് ഹാർട്ട് റേറ്റ് 50 ആയിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇഫ് ഇറ്റ്സ് എ സ്പോർട്സ്മാൻ ഓർ എ പേഴ്സൺ ഹു റെഗുലർലി എക്സസൈസ് ഹാവിങ് എ ലോവർ ഹാർട്ട് റേറ്റ് ഈസ് എ ഹെൽത്തി ഹാർട്ട് റേറ്റ്. സോ ദാറ്റ് അവർ ഓടുമ്പോഴത്തേക്കും അവരുടെ ഹാർട്ട് റേറ്റ് 50 എന്നുള്ളത് 70 ആകത്തുള്ളൂ. ബാക്കിയുള്ളവർ ഓടുമ്പോഴത്തേക്കും അവരുടെ ഹാർട്ട് റേറ്റ് 70 എന്നുള്ളത് 150 ആവും. സോ ദേ ആർ അൺഹെൽത്തി പീപ്പിൾ. അതുകൊണ്ട് അത് ഈ ഹാർട്ട് റേറ്റ് കുറയുന്നത് കൊണ്ട് ഫിസിയോളജിക്കലായിട്ട് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഡേഞ്ചറസ് ടു ദം. പക്ഷേ നമ്മുടെ കാർഡിയോവാസ്കുലർ ഡിസീസ് ഒരു മേജർ കില്ലറാണ് കേരളത്തിൽ. അപ്പോൾ ജീൻസ് ആണോ? See, there are a lot of other factors. Diabetes is very rampant in our society. നമ്മുടെ ജനറ്റിക് റേസ് തന്നെ ഇറ്റ്സ് കൈൻഡ് ഓഫ് പ്രോൺ ഫോർ ഡയബറ്റീസ്. ഓൾമോസ്റ്റ് നമ്മളൊരു 40 ഇയേഴ്സിന് മുകളിലുള്ള ആൾക്കാർ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ അതൊരു 20% പേഷ്യൻസും ഡയബറ്റിക് ആയിരിക്കും. ഇപ്പം ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന പേഷ്യൻസിൽ ഒരു 80% ഓഫ് പേഷ്യൻസ് വിൽ ബി ഡയബറ്റിക് പേഷ്യൻസ്. പിന്നെ ഉള്ളത് ഹൈപ്പർ ടെൻഷൻ, ദാറ്റ് ഓൾസോ ഇസ് വെരി റാമ്പൻറ്റ് ഹിയർ. പിന്നെ ഉള്ളത് ഓവർ വെയ്റ്റ്, ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് കോമൺ ഇൻ ഇന്ത്യ ആസ് ഇറ്റ് ഈസ് അബ്രോഡ്. സ്മോക്കിംഗ്, അതിപ്പോൾ ഇറ്റ് ഇസ് കം ഡൗൺ ഡ്രമാറ്റിക്കലി ഇൻ ദ ലാസ്റ്റ് മെനി ഇയേഴ്സ് ആഫ്റ്റർ ദ പബ്ലിക് സ്മോക്കിംഗ് ബാൻ ഈസ് ദയർ. ഫാമിലി ഹിസ്റ്ററി ഈസ് ദയർ. അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതേണ്ട കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ പേഷ്യൻസിനോട് ചോദിക്കുമ്പോൾ ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ? ഒന്നുമില്ല ഡോക്ടർ എന്ന് പറയും. അന്നേരം ഭാര്യ പറയും, അപ്പോൾ എന്നിട്ട് മറ്റേ ബ്രദറിൻ്റെ പുള്ളിക്ക് ഒരു ഹാർട്ട് അപ്പോൾ അതുണ്ടായി. പിന്നെ മറ്റേ ഫാദറിന് പ്രായമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തില്ല, അത് ചെയ്തു. അപ്പോൾ നമ്മൾ ആ ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുന്നതിന് നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർ ദേ ഹാവ് ടു ബി കെയർഫുൾ ഫ്രം യങ് ഏജ് ഇറ്റ് സെൽഫ്. ഏജിങ് കൂടാതെയുള്ള ഈ റിസ്ക് ഫാക്ടേഴ്സ്, പിന്നെ ഫിസിക്കൽ എക്സസൈസ്, അത് നമ്മൾ ദാറ്റ് ഈസ് സംതിങ് വിച്ച് വി ക്യാൻ പ്രോബ്ലി ബ്രിങ് അബൌട്ട് ടു ദ സൊസൈറ്റി അബൌട്ട് ദ നീഡ് ടു ഡു എക്സസൈസ്. അങ്ങനെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനെല്ലാം ചെയ്താൽ ഒരുപക്ഷെ വി മേ ബി ഏബിൾ ടു പോസ്റ്റ്പോൺ ദ ഡിസീസ് ബൈ 5 years, maybe 10 years. But I think everybody will get heart disease if they live long enough to get one. So if the disease is in the family, even if you have a moderate diet, the chances of getting a cardiovascular disease is high. Yes. Even if you modify the entire lifestyle, still you stand a 10% higher chance of getting a heart disease if you got a strong family history compared to the people who doesn't have. അപ്പോൾ ഒരു ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യും, നമ്മളുടെ ഗ്രാൻഡ് ഫാദർ 90-ാമത്തെ വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നൊരു ഫാമിലി ഹിസ്റ്ററി അല്ല. ഫാമിലി ഹിസ്റ്ററി മീൻസ് എ ഫസ്റ്റ് ഓർ സെക്കൻഡ് ഡിഗ്രി relatives in your family is diagnosed to have heart disease below the age of 50 years. That is the definition of family history. ഈ 50 years എന്നുള്ളത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ദാറ്റ് ഈസ് ബൈ ഡെഫിനിഷൻ അതാണെങ്കിലും നമ്മളൊരു 60 years ഒരാൾക്ക് ഹാർട്ട് ഡിസീസ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് വുഡ് ഹാവ് സ്റ്റാർട്ടഡ് അറ്റ് ദ ഏജ് ഓഫ് 45 years. നമ്മൾ ഈ ഒരു ഹാർട്ട് ഡിസീസിൻ്റെ സിംറ്റംസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം ഹാർട്ട് ഡിസീസ് തുടങ്ങുന്നതുമായിട്ട് ഇറ്റ് മേ ബി ഡെക്കേഡ്സ് എപ്പാർട്ട്. ഒരു പൈപ്പിൽ തുരുമ്പ് വരുന്ന പോലെയാണ്. ആ തുരുമ്പ് വന്ന് നമുക്ക് വെള്ളം കിട്ടാതെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ അറിയുന്നത് പൈപ്പ് ബ്ലോക്കായെന്ന്. പക്ഷേ ദാറ്റ് തുരുമ്പ് വുഡ് ഹാവ് സ്റ്റാർട്ടഡ് മെനി ഇയേഴ്സ് ഏർലിയർ എന്ന് പറഞ്ഞ പോലെയാണ് ഈ കൊളസ്ട്രോൾ ഡിപ്പോസിഷൻ വരുന്നത്.